ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മിനിസ്റ്റർ ഇപ്പോൾ ഈ അതിദരിദ്ര നിർമ്മാർജ്ജന പ്രഖ്യാപനം വരുന്നതോടൊപ്പം തന്നെയും സംസ്ഥാന സർക്കാർ ഈ അവസാന വേളയിൽ ഈ വിജ്ഞാപനം വരുന്നതിന് ഒരാഴ്ച മുമ്പ് ഈ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള വലിയ പ്രഖ്യാപനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല എന്നാണ് അങ്ങ് പറയുന്നത്. സാധാരണ പ്രതിപക്ഷം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കിയില്ലെങ്കിലല്ലേ ആക്ഷേപം ഉന്നയിക്കേണ്ടത് അല്ലേ? നിങ്ങൾ ഇന്ന വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകി, എന്തുകൊണ്ട് നടപ്പാക്കിയിട്ടില്ല എന്നല്ലേ പ്രതിപക്ഷം ചോദിക്കേണ്ടത്? ഇവിടെ വിചിത്രമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രതിപക്ഷം ചോദിക്കുന്നത് നിങ്ങൾ പ്രകടനപത്രികയിൽ പറഞ്ഞ കാര്യം നടപ്പാക്കുന്നത് എന്തൊരു അന്യായമാണ് എന്നാണ് അവർ ചോദിക്കുന്നത്. പെൻഷൻ കൂട്ടുമെന്ന് പ്രകടനപത്രികയിൽ പറഞ്ഞിട്ടുണ്ട്, പ്രകടനപത്രികയിൽ പറഞ്ഞതൊക്കെ നടപ്പാക്കാനുള്ളതാണോ? ഇത് അന്യായമല്ലേ എന്ന് ചോദിക്കുന്ന പ്രതിപക്ഷത്തെ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് അവരിതൊന്നും പ്രതീക്ഷിച്ചിരുന്നതേയില്ല എന്നാണ് ഇത് കാണിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു സർക്കാർ വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ, ഒരു വാഗ്ദാന പെരുമഴ തന്നെ ഉണ്ടാകും. സ്വാഭാവികമായും അതൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാകുന്നപ്പോൾ കേരളത്തിലെ BJPയുടെ വളരെ ഉന്നതനായ ഒരു നേതാവാണ് പറഞ്ഞത് പ്രകടനപത്രികയിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയും അതൊക്കെ നടപ്പാക്കാനുള്ളതാണോ എന്ന് ചോദിച്ചത്. അതാണ് BJPയുടെയും കോൺഗ്രസിൻ്റെയും ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള മനോഭാവം. എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ മനോഭാവം, കമ്മ്യൂണിസ്റ്റുകാരുടെ മനോഭാവം, സമീപനം അതല്ല. ഇപ്പം ഞങ്ങൾ കൃഷിഭൂമി കൃഷിക്കാരനിൽ നിന്ന് തെരുവിൽ മുദ്രാവാക്യം വിളിച്ചു. 57 തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു ഭൂപരിഷ്കരണം നടപ്പാക്കുന്നത്. അധികാരത്തിൽ വന്ന 5-ാമത്തെ ദിവസം കുടിയൊഴിപ്പിക്കൽ നിരോധനം നടപ്പാക്കി. ഭൂപരിഷ്കരണ നിയമം നിയമസഭയിൽ അവതരിപ്പിച്ചു. വിദ്യാഭ്യാസ പരിഷ്കരണ നിയമം അവതരിപ്പിച്ചു. വാഗ്ദാനങ്ങൾ തീർച്ചയായും പാലിക്കണം. കാരണം ഒരു സർക്കാരിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം വാഗ്ദാനങ്ങൾ നടപ്പാക്കുക എന്ന് പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ വിജ്ഞാപനത്തിന് ഒരാഴ്ച മുമ്പ് ഈ വാരിക്കോരി പ്രഖ്യാപനം അതിന്റെ മുഹൂർത്തം ആരെങ്കിലും കുറിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് 5 വർഷത്തേക്കുള്ള മാൻഡേറ്റ് ആണ്. നിങ്ങൾ ഇപ്പോഴത്തെ പ്രഖ്യാപനം മാത്രമായിട്ട് ഒറ്റപ്പെട്ട് കാണുന്നത് എന്തിനാ? ഈ 4.5 കൊല്ലത്തിനിടയിൽ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളില്ലേ, അതെല്ലാം മറന്നുകൊണ്ട് ഇപ്പോൾ ആദ്യമായിട്ട് പ്രഖ്യാപനം നടത്തുകയാണോ? അല്ലല്ലോ. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ലേ? അപ്പോൾ വലിയ കാറും കോളും നിറഞ്ഞ ഒരു കടലിൽ ഒരു കപ്പിത്താൻ്റെ നേതൃത്വത്തിൽ കപ്പലുലയാതെ തീരത്തണയുമെന്ന് ഉറപ്പായപ്പോഴാണ് ഞങ്ങൾ ഈ നടപടികളിലേക്ക് കടക്കുന്നത്. പക്ഷേ ആ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കണമെങ്കിൽ, നടപ്പാക്കണമെങ്കിൽ ഇനിയും 10,000 കോടി അധികമായി നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആശങ്കപ്പെടേണ്ട, അത് നിങ്ങളുടെ തലവേദനയല്ല, ഞങ്ങളുടെ തലവേദനയാണ്. ഞങ്ങൾ ധനകാര്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയാറുണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നൊരു കാര്യമുണ്ട്, ചെയ്യാവുന്ന കാര്യം ഞങ്ങൾ പറയൂ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തിരിക്കും. 2021 ക്ഷേമ പെൻഷൻ അവസാനമായി വർദ്ധിപ്പിച്ചത്. അതിനുശേഷം ഈ 4 വർഷത്തിന് ശേഷം, 4.5 വർഷത്തിനിപ്പുറം ഇതുവരെ ഒരു വർധനവ് പോലും ഉണ്ടായില്ല. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിന് 5 മാസം അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനത്തിന് ഒരാഴ്ച മാത്രം ബാക്കി ഒരു 400 രൂപ പ്രഖ്യാപിക്കുമ്പോൾ അത് അങ്ങനെ അങ്ങ് വോട്ട് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമല്ല എന്ന് നിഷ്കളങ്കമായി നമ്മൾ വിശ്വസിക്കണമെന്നാണ്. നോക്കൂ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ കഴിഞ്ഞ 4 കൊല്ലം നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചത് കേരളം ശ്രീലങ്ക പോലെ മുടിഞ്ഞു പോകുന്നായിരുന്നു. ആദ്യം ഞങ്ങൾ ഈ കേരളത്തെ രക്ഷിക്കാനും സമ്പദ്ഘടനയെ ഉലഞ്ഞു പോകാതെ കാക്കാനുമാണ് ശ്രമിച്ചത്. ഇനി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിറ്റ് കൊടുത്താണ് LDF വീണ്ടും ഒരു തുടർഭരണം ഉണ്ടായി. സമാനമായ രീതിയിൽ വീണ്ടും പ്രഖ്യാപനങ്ങൾ, വാരിക്കോരി പ്രഖ്യാപനങ്ങൾ നടത്തി വീണ്ടും ഒരു 3ാം ഇടതുമുന്നണി സർക്കാരിനായി ശ്രമം. അതും ഒരു തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കാണ് എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഒരു അങ്കലാപ്പോ അല്ലെങ്കിൽ ഒരു പരാജയത്തിൻ്റെ ഒരു ആശങ്ക അങ്കലാപ്പോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അപ്പം 3ാമതും ഇടതുപക്ഷം വരും എന്ന് ഏറെക്കുറെ ഇടതുപക്ഷത്തെ എതിർക്കുന്നവർ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അതാണ് ഇതിലൊക്കെ കാണുന്നത്. പ്രകടന പത്രികയിൽ കൊടുത്ത വാഗ്ദാനം നിങ്ങൾ എന്തുകൊണ്ട് പാലിക്കുന്നില്ല എന്ന് ചോദിച്ച് ഗവൺമെൻറ്റിനെ വിമർശിക്കാനോ ആക്രമിക്കാനോ ഒരു പഴുതുമില്ലാതായി. ഇങ്ങനെ നിരായുധരായിപ്പോയ പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ റോൾ ഏറ്റെടുത്ത മാധ്യമങ്ങളെയും നമ്മൾ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? പ്രകടന പത്രികയെ മുൻനിർത്തി സർക്കാരിനെ വിചാരണ ചെയ്യാൻ ആയുധമില്ലാതായിപ്പോയൊരു പ്രതിപക്ഷം. അപ്പോൾ അവർ ഭയപ്പെടുകയാണ് വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ വരും എന്നുള്ളത്. ആ ഭയത്തിൽ നിന്നാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ക്ഷേമപദ്ധതി നടപ്പാക്കിയാൽ എന്ത് ചെയ്യും ഞങ്ങൾ എന്ന് ചോദിക്കുന്നത്. അത് അവരുടെ മാത്രം ഭയമാണ്. അവർ എന്ത് ചെയ്യും എന്നതാലോചിച്ചിട്ട് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഈ സമയത്ത് ഈ മുന്നണിക്കുള്ളിലുണ്ടായിരുന്ന വിള്ളലൊക്കെ CPI ഒരു അസ്ഥാനത്തായി പോയോ? CPIയുടെ ഒരു പരസ്യ വിമർശനം, പല അഭിപ്രായങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതും നേരത്തെ സ്വപ്നം കണ്ടതുപോലെ ഒന്നും സംഭവിച്ചില്ലല്ലോ.
കേരളം ശ്രീലങ്കയാവുന്നൊക്കെ സ്വപ്നം കണ്ടിരുന്നത് പോലെ മുന്നണി തകരും എന്ന് സ്വപ്നം കണ്ടിരുന്നു. 24 മണിക്കൂർ പോലും ആ സ്വപ്നത്തിന് ആയുസ്സുണ്ടായില്ല. പക്ഷേ ആ സ്വപ്നം തകരാതിരിക്കാനായി, അല്ലെങ്കിൽ പ്രതിപക്ഷം കണ്ട സ്വപ്നം അത് നടക്കാതിരിക്കാനായി വില കൊടുക്കേണ്ടിരുന്നത് വലിയൊരു വിലയില്ലേ? ഒപ്പിട്ട പദ്ധതി അതേ വേഗത്തിൽ തന്നെ പിൻവലിക്കേണ്ടി വന്നില്ലേ? നോക്കൂ, ഇതിൽ വില കൊടുക്കുന്ന പ്രശ്നമൊന്നും ഉദിക്കുന്നില്ല. ഞങ്ങൾ കൂട്ടായിട്ട് ചർച്ച ചെയ്തു, പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുത്തു. അങ്ങനെയാണ് ഒരു മുന്നണി പ്രവർത്തിക്കുക. കൂട്ടായ ചർച്ച നേരത്തെ ഉണ്ടായില്ലല്ലോ മിനിസ്റ്റർ. അതുകൊണ്ടാണല്ലോ ഇത്രയേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എന്തുകൊണ്ട് കൂട്ടായ ചർച്ച നടത്തിയില്ല എന്നാണല്ലോ CPI ഉന്നയിക്കുന്നത്. അതെ, ആവശ്യമായ ഘട്ടത്തിൽ കൂട്ടായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാവും, അതുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് പലരുടെയും അവസാനത്തെ ആ സ്വപ്നവും പൊളിഞ്ഞു പോയത്. ഈ ആവശ്യമായ ഘട്ടം എന്ന് പറയുന്നത് ഒരു പദ്ധതിക്ക് ഒപ്പിടുന്നതിന് മുമ്പ് ഒരു ചർച്ച എന്ന് പറയുന്നത് അനാവശ്യമെന്നാണോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എന്തായാലും പ്രശ്നമില്ലല്ലോ, പരിഹരിച്ചു കഴിഞ്ഞല്ലോ. ഇനി നിങ്ങൾ എത്ര ശ്രമിച്ചാലും ആ പ്രശ്നം പുനരുജ്ജീവിപ്പിക്കാനാവില്ല. ഈ ഒരു പദ്ധതി ഒപ്പിട്ടു, അത് ഒരാഴ്ചയ്ക്കുള്ളിൽ, അല്ലെങ്കിൽ ഒപ്പിട്ട് ഒരാഴ്ച പോലും എടുത്തില്ല, അതിവേഗത്തിൽ തന്നെ ആ പദ്ധതി വേണ്ട എന്ന രീതിയിൽ ഒരു കേന്ദ്രത്തിനൊരു കത്ത് പോകുമ്പോൾ സ്വാഭാവികമായും കേന്ദ്രവും കേരളവും തമ്മിൽ അടുത്തൊരു ബന്ധം ഏത് രീതിയിലായിരിക്കും? അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇനിയിപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. വരുന്നത് പോലെ നമുക്ക് കാണാം. ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ മുന്നണിയിൽ ഒരു ഏറ്റവും പ്രധാന ഘടകകക്ഷി, അത് പ്രധാനമായാലും ചെറിയ ഘടകകക്ഷിയാണെങ്കിൽ പോലും പരസ്യമായി ഒരു വിമർശനമൊക്കെ ഉന്നയിച്ചിരുന്നൊരു സമയത്തുണ്ടായ ഒരു സമ്മർദ്ദം എന്ന് പറയുന്നത് ചെറുതല്ല. അപ്പോൾ ഇപ്പോൾ മാധ്യമങ്ങളെ പ്രതിപക്ഷത്തേക്ക് മാറ്റി നിർത്തിയാലും ആ സമയത്ത് ഈ മാരത്തോൺ ചർച്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. എല്ലാവരും തത്സമയം മാരത്തോൺ ചർച്ചകളൊക്കെ കണ്ടതാണ്. പക്ഷേ അത് പൊടുന്നതിനെ അത് അവസാനിപ്പിച്ചു. പക്ഷെ എങ്കിലും പോലും അത് പൂർണ്ണമായി അവസാനിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോഴും മാരത്തോൺ ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. വളരെ ഒരു 100 മീറ്റർ സ്പ്രിന്റ് പോലെയാണ്. അതിവേഗത്തിൽ കാര്യങ്ങൾ പരിഹരിച്ചില്ലേ. മാരത്തോൺ ചർച്ച എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഈ കോളേജ് പഠിക്കുന്ന കാലത്താണ്, സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്താണ് പ്രതിച്ഛായ ചർച്ച. കരുണാകരൻ സർക്കാരിൻ്റെ കാലത്ത് മാസങ്ങൾ നീണ്ടുനിന്ന പ്രതിച്ഛായ വിവാദവും പ്രതിച്ഛായ ചർച്ചയൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും രീതി സംസ്കാരവുമാണ്. ഇത് ഒരു പ്രശ്നം വന്നു, ആ പ്രശ്നം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ചർച്ച ചെയ്തു, പെട്ടെന്ന് പരിഹരിച്ചു. അതൊരു പ്രശ്നം, അത് മുന്നണിയുടെ കെട്ടുറപ്പിനെയാണ് കാണിക്കുന്നത്. അല്ല, മുന്നണിയുടെ കെട്ടുറപ്പ് CPI സംസ്ഥാന സെക്രട്ടറിയുടെ ബിനോയ് വിശ്വത്തിൻ്റെ വാർത്താസമ്മേളനത്തിലേക്ക് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പരസ്യമായി തന്നെ കെട്ടുറപ്പിനെ കുറിച്ച് പറഞ്ഞതാണ്. ഇനി അതിനവിടെയെങ്കിലുമൊക്കെ അത് ഒരു പുനഃപരിശോധന ശരിക്കും അവിടെയല്ലേ വേണ്ടിയിരുന്നത്? അല്ല, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും തീരുമാനവും ധാരണയും ആയിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചാൽ പിന്നെ അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കിട്ടുമോ എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അവസാനിച്ചു കഴിഞ്ഞ കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ച്. മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്തിട്ടില്ല, ചർച്ച ചെയ്യാതെയായിരുന്നു ഒപ്പിടേണ്ടി വന്നു എന്ന രീതിയിൽ എന്തെല്ലാം അഭ്യൂഹങ്ങൾ ഈ കഴിഞ്ഞ 9-9.5 കൊല്ലത്തിനിടയിൽ പ്രചരിച്ചിട്ടുണ്ട്. എന്തെല്ലാം അഭ്യൂഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അഭ്യൂഹങ്ങൾ ഇനിയും പ്രചരിച്ചുകൊണ്ടിരിക്കും. അഭ്യൂഹങ്ങളുടെ പിന്നാലെ പോകാൻ ഞങ്ങൾക്ക് തൽക്കാലം സമയമില്ല. എന്തായാലും അങ്ങേക്ക് ഇതിന് മറുപടി പറയാൻ ഒരുപാട് പരിമിതികളുണ്ടെന്ന് അറിയാം. ഒരു പരിമിതിയില്ല, കാരണം അഭ്യൂഹങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല, നിർവാഹമില്ല. അത്രയേ ഉള്ളൂ. വസ്തുതകൾ മുൻനിർത്തിയാണ് ചോദ്യമെങ്കിൽ നമുക്ക് മറുപടി പറയാൻ പറ്റും. അല്ല, വസ്തുതകൾ മുൻനിർത്തിയാണ് ചോദ്യം. കാരണം അത് ബിനോയ് വിശ്വം കൃത്യമായി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതാണ്. അതിനകത്ത് ഒരു വാക്കുപോലും മാധ്യമങ്ങൾ അധികമായി ചേർത്തിട്ടില്ല. കാരണം മുന്നണി മര്യാദയാണോ, ഇതെന്ത് സർക്കാരാണ് എന്നൊക്കെ ചോദിച്ച ഒരു ഘടകകക്ഷി, ഏറ്റവും പ്രധാന ഘടകകക്ഷിയുടെ നേതാവാണോ ചോദിക്കുന്നത്. മുന്നണിയാവുമ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. അതുകൊണ്ടല്ലേ പല പാർട്ടികൾ ചേർന്നൊരു മുന്നണിയാവുന്നതല്ല, പിന്നെ എല്ലാവരും കൂടി ഒരു പാർട്ടിയായി പോരെ. അപ്പോൾ പല അഭിപ്രായങ്ങളുള്ളത് കൊണ്ടാണ് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ കുറച്ച് ശക്തമായിരിക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ ഒരു മുന്നണിക്ക് കെൽപ്പുണ്ടോ, അതിനുള്ള കെട്ടുറപ്പുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. അതുണ്ട് എന്ന് LDF തെളിയിച്ചല്ലോ. പക്ഷേ അത് സാധാരണ ഒരു അഭിപ്രായം എന്നതിനപ്പുറത്തേക്കുണ്ടായ ഒരു വലിയ രീതിയിലുള്ളൊരു വിമർശനം എന്നത് ഇടതു മുന്നണിയെ സംബന്ധിച്ച് നമ്മൾ ഈ സമീപകാലത്തൊന്നും കണ്ടില്ല, പ്രതീക്ഷിക്കുന്നില്ല. കാരണം ആ രീതിയിൽ ഇപ്പോൾ അങ്ങയുടെ ഭാഷയിൽ പറഞ്ഞ അത്രയേറെ കെട്ടുറപ്പോടെ മുന്നണി പോകുന്നു. വലിയ രീതിയിൽ വിമർശനങ്ങളൊന്നും പരസ്യ കലാപങ്ങളൊന്നുമില്ലാതെ പോകുമ്പോൾ ഈ ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷം പൊടുന്നനെ ആ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നൊരു വേളയിലുണ്ടായ ഒരു പൊട്ടിത്തെറി, അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയുടെ എത്തിയപ്പോൾ അത് അങ്ങനെ ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചെല്ലണമായിരുന്നു. പൊട്ടിത്തെറി പ്രതീക്ഷിച്ചവർക്ക് നിരാശയുണ്ടായി എന്നുള്ളതല്ലേ വസ്തുത. എവിടെയാണ് പൊട്ടിത്തെറി ഉണ്ടായത്? പൊട്ടിത്തെറി ഉണ്ടായില്ല എങ്കിൽ പോലും അങ്ങനെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായില്ലേ? അതുപോലെ മുന്നണിക്കുണ്ടായ ക്ഷീണം അല്ലെ ആഘാതം എന്ന് പറയുന്നത് ചെറുതല്ലല്ലോ. നോക്കൊരു മുന്നണിയായിരിക്കുമ്പോൾ ആ മുന്നണിക്കകത്ത് വിമർശനങ്ങളും ഭിന്നാഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവുക സ്വാഭാവികമല്ലേ. അതിനൊരു വാർത്താ സമ്മേളനം പോലും നടത്താൻ ഒരു മുന്നണിയിൽപ്പെട്ട പാർട്ടികൾക്ക്
അവസരം അല്ലെങ്കിൽ അതിന് അവകാശമില്ലെന്ന് പറയാൻ പറ്റൂ. ഭരണമുന്നണിയിൽ തന്നെ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും ഒക്കെ ആ ഭരണമുന്നണിയിൽ തന്നെയുള്ളൊരു മന്ത്രിക്ക് കോലം കത്തിക്കുന്നു, പ്രതിഷേധം ഉണ്ടാക്കുന്നു. ഇതൊക്കെ ഒരു ചർച്ച ചെയ്തായിരുന്നു ഈ തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നില്ല. അതിനെല്ലാം ഇപ്പോൾ വീണ്ടും വിചാരം ഉണ്ടായില്ലേ? അവരെല്ലാം പരസ്യമായി തന്നെ ക്ഷമ പറഞ്ഞല്ലോ. ഒരു വികാരപരമായ പ്രകടനമായിട്ട് കണ്ടാൽ മതി, ഗൗരവത്തിലെടുക്കേണ്ട കാര്യമില്ല. ആ വികാരപരമായിട്ടുള്ള എടുത്തുചാട്ടം ശരിയായില്ല എന്ന് അവർക്ക് തന്നെ പിന്നെ തോന്നിയല്ലോ. അത് വികാരപരമായ എടുത്തുചാട്ടം എന്നാണോ അങ്ങയുടെ അഭിപ്രായം? കുട്ടികളൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ചെയ്തെന്ന് വരും, അത്രയേ ഉള്ളൂ. അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് അങ്ങയുടെ അഭിപ്രായം? അല്ല, അവർ പറഞ്ഞു, ഞാൻ എൻ്റെ അഭിപ്രായമല്ല, അവർ തന്നെ പറഞ്ഞില്ലേ. പുനഃപരിശോധന PM ശ്രീ പദ്ധതി നടത്തുന്നത് ശരിക്കും CPIയുടെ ആശങ്ക കണക്കിലെടുത്താണോ അതോ ഇടതുപക്ഷ നയത്തിന് ചേർന്നതല്ല എന്നൊരു തിരിച്ചറിവിലാണോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂട്ടായിട്ട് എടുത്ത തീരുമാനമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിസഭ ഒരു ഉപസമിതിയെ വെച്ച് പരിശോധിക്കാൻ തീരുമാനിച്ചത്. ഇത്രയേറെ വിവാദമുണ്ടായ സാഹചര്യത്തിൽ അതൊരിക്കലും ഇടതുപക്ഷ നയത്തിന് ചേർന്നതല്ല എന്നൊരു വിലയിരുത്തൽ പാർട്ടിയിലുണ്ടോ? നമുക്ക് ഇടതുപക്ഷ നയത്തോടുള്ള കൂറോ പ്രതിബദ്ധതയോ കൊണ്ടാണോ പെട്ടെന്ന് PM ശ്രീ പദ്ധതിയുടെ പേരിൽ മാധ്യമങ്ങളെല്ലാം കൂടി വിവാദം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ പ്രതിപക്ഷവും ഒക്കെ കൂടി വിവാദം ഉണ്ടാക്കിയത്? അവരെ നയിച്ചത് ഇടതുപക്ഷ നയം, ഇടതുപക്ഷ താല്പര്യമൊന്നുമല്ലല്ലോ. 1500 കോടി കേരളത്തിന് നഷ്ടപ്പെടുന്നെങ്കിൽ അത്രയും നഷ്ടം വരട്ടെ, അത്രയും ഈ സർക്കാരിന് ഞെരുക്കം വരട്ടെ എന്നുള്ളതാണല്ലോ. അതായിരുന്നല്ലോ അവരുടെ പരിഗണന. അല്ലാണ്ട് ഇനി ഒപ്പിട്ടില്ലായിരുന്നു അന്ന് എന്ന് കരുതുക. നിങ്ങളെല്ലാവരും കൂടി നേരെ തിരിച്ചു പറയും, ഇത്രയേ ഉള്ളൂ. സർക്കാരിൻ്റെ പിടിവാശി കാരണം 1500 കോടി നഷ്ടപ്പെടുത്തി. ഈ രണ്ട് രാഷ്ട്രീയമാണ് പ്രശ്നം. എതിർപ്പ് സർക്കാരിനോടുള്ള രാഷ്ട്രീയ എതിർപ്പാണ് കാരണം. അപ്പോൾ രണ്ടായാലും രാഷ്ട്രീയ എതിർപ്പുണ്ടാവും, കാരണം വേറെ കണ്ടുപിടിക്കുന്നത് മാത്രമല്ലേ ഉള്ളൂ. എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കളമൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വലിയ രീതിയിൽ CPM 2 ടൈം വ്യവസ്ഥകളൊക്കെ അതുപോലെ തന്നെ പാലിച്ചു പോകുമോ, അതോ അതിനകത്തേക്ക് മാറ്റം ഉണ്ടാകുമോ അവസാനം ആസന്നമായിരിക്കുന്ന സമയത്ത് ഒരു ജീവൻ മരണ പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ? സാധാരണ പാർട്ടി ഓരോ സന്ദർഭത്തിലും ഇത്തരത്തിലുള്ള വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ച് ആ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുക. അടുത്ത 3ാം തവണയും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് പാർട്ടി ഏറെക്കുറെ തീരുമാനിച്ചു കഴിഞ്ഞോ? 2ാം തവണ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇടതുപക്ഷത്തെ അധികാരത്തിലേറ്റിയത് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിനൊരു പ്രധാനപ്പെട്ട പങ്കില്ലേ, ഏറ്റവും നിർണായകമായ പങ്കുണ്ടല്ലോ. ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ ഇടതുപക്ഷത്തിന് ഭരണത്തുടർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഭരണത്തുടർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രിയാണ്. 3ാം തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോകുമ്പോഴും ആ മുഖ്യമന്ത്രിയുടെ നേതൃത്വമാണ് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ കരുത്തും ആത്മവിശ്വാസവും എന്ന് പറയുന്നത്.